കാറ്റത്ത് കിളിക്കൂടിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എൻഗേജ്മെന്റ് മുടങ്ങിയതിൻ്റെ വിഷമത്തിൽ വീട്ടിൽ നിന്നിറങ്ങിപ്പോയ സുഭാഷ് വളരെ സന്തോഷത്തോടെയാണ് തിരികെ എത്തുന്നത്. ആ കാഴ്ച കണ്ട് അമ്പരപ്പോടെ നോക്കി നിൽക്കുക നിധിയും കൂട്ടരും. സുഭാഷ് ഏട്ടൻ എന്തിനാണ് ചിരിക്കുന്നതെന്ന് സുധീഷ് സംശയത്തോടെ ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നുമില്ലെന്ന് പറഞ്ഞ് സുഭാഷ് ഒഴിഞ്ഞു മാറുകയാ. അവരാരും ഫുഡ് കഴിച്ചിട്ടില്ലെന്നറിഞ്ഞ് സുഭാഷ് ഏട്ടൻ എല്ലാവരെയും വിളിച്ചെഴുത്തി അവർക്കെല്ലാം വിളമ്പിക്കൊടുത്ത് സന്തോഷത്തോടെ കഴിക്കാൻ തുടങ്ങുകയാ. സുഭാഷ് ഏട്ടൻ എന്തു പറ്റിയെന്ന് മനസ്സിലാവാതെ എല്ലാവരും കഴിക്കാതെ സുഭാഷ് ഏട്ടനെ നോക്കിയിരിക്കുന്നേരം എല്ലാവരും എന്താ നോക്കിയിരിക്കുന്നത്, കഴിക്ക്, നല്ല വിശപ്പെന്ന് പറഞ്ഞ് സുഭാഷ് വീണ്ടും സന്തോഷത്തോടെ ചിരിയോടെ ഫുഡ് കഴിക്കുകയാ. സുഭാഷ് ഏട്ടൻ ഓക്കെ അല്ലേന്ന് സുധീഷ് ചോദിക്കെ ഓക്കെയാണെന്ന് സുഭാഷും. ഇവിടെ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും സുഭാഷ് ഏട്ടൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല, അതാ ചോദിച്ചതെന്ന് നികേഷും. സുഭാഷ് ഏട്ടന് ഒരു വിഷമവുമില്ലേ എന്ന് സുധീഷ് ചോദിക്കെ തനിക്ക് ഒരു വിഷമവുമില്ലെന്നും ജീവിതത്തിൽ നടക്കേണ്ടതെല്ലാം നടന്നേ മതിയാവൂ, അതുമോർത്ത് നമ്മൾ സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം, പുറകിലേക്ക് തിരിച്ചുപോയി നടന്നതൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ, ഒന്ന് കിട്ടിയില്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് നമുക്ക് കിട്ടും, നമുക്കുള്ളത് നമുക്ക് തന്നെ വന്നു ചേരുമെന്ന് പഴമക്കാർ പറയാറില്ലേ, അതുപോലെ തന്നെയാ ഇതും. നടന്ന കാര്യങ്ങളോർത്ത് വിഷമിക്കാതെ സമാധാനമായി കഴിക്കാൻ നോക്ക് എന്നെല്ലാവരോടുമായി പറഞ്ഞ് സുഭാഷ് വീണ്ടും കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും സുഭാഷ് ഏട്ടാ ചായ കുടിച്ചു വരാമെന്നല്ലേ പറഞ്ഞത്, പിന്നെ സുഭാഷ് ഏട്ടൻ എങ്ങോട്ടാ പോയതെന്ന് സുധീഷും ചോദിക്കുക. അവിനാശിന്റെ വീട്ടിലേക്ക് പോയി, അതാ വരാൻ കുറച്ച് ലേറ്റ് ആയതെന്ന് സുഭാഷും. അവന്റെ മനസ്സിലെപ്പോഴും അവിനാശിന്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളായിരുന്നു. തന്റെ അനിയത്തിയെ കല്യാണം കഴിക്കാമോ എന്ന് അവിനാശ് ചോദിച്ചതും അത് കേൾക്കെ ചിരിയോടെ നാണത്തോടെ ചാന്ദിനി അകത്തേക്ക് ഓടിപ്പോയതുമെല്ലാം ഓർക്കെ അവനും സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. കാര്യമെന്തെന്നറിയാതെ സംശയത്തോടെ നിധിയും കൂട്ടരും നോക്കിയിരിപ്പ. പിന്നീട് ഉമ്മറത്തെ കാട്ടിലിൽ റേഡിയോയിൽ പാട്ടും കേട്ടുകൊണ്ട് അതിനകത്ത് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന അച്ഛന് സുഭാഷ് ഫുഡ് കൊണ്ടു കൊടുക്കുക. അച്ഛന് ഫുഡ് കൊടുത്ത സുഭാഷ് അവിടെ തന്നെ ഉമ്മറപ്പടിയിൽ ആലോചനയോടെ ഇരിക്കണ കണ്ട് സുഭാഷെ നീ ഇപ്പോഴും അതുതന്നെ ഓർത്ത് ടെൻഷനോടെ ഇരിക്കുകയാണോ? ഈശ്വരൻ നിന്റെ ഈ കാര്യം മുടക്കിയെങ്കിൽ അതിനേക്കാൾ നല്ലതെന്തോ കണ്ടുവച്ചിട്ടുണ്ടെന്ന് അതിനർത്ഥം. ആ കുടുംബം ശരിയല്ലെന്ന് താൻ നേരത്തെ പറഞ്ഞില്ലേ എന്നും സുഭാഷ് അല്ലേ കേൾക്കാതിരുന്നതെന്നും അതോർത്തിപ്പോ സങ്കടപ്പെട്ടിരിക്കുകയാണെന്നും അച്ഛൻ വഴക്കു പറയുന്നുണ്ട്. അച്ഛൻ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നുവെന്നും താനാണത് മനസ്സിലാക്കാതെ പോയതെന്നും സുഭാഷും സമ്മതിക്കുക. അച്ഛൻ ബ്രാൻഡി എടുത്ത് കഴിക്കാൻ തുടങ്ങുന്നേരം അച്ഛന് കഴിക്കാനല്ലേ ഫുഡ് കൊണ്ടുവച്ചിരിക്കുന്നതെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. ഇതാണ് തൻ്റെ മെയിൻ ഫുഡെന്നും മറ്റേത് സൈഡ് ഡിഷാണെന്ന് അച്ഛനും. അദ്ദേഹം ഒരു ഗ്ലാസ് കഴിച്ചു കഴിഞ്ഞ് വീണ്ടും ടെൻഷനോടെ ഇരിക്കുന്ന സുഭാഷിനെ കണ്ട് അവനോട് ഒരു പേഗ് അടിക്കുന്നു എന്ന് ചോദിക്കുക. തനിക്കിതൊന്നും പരിചയമില്ലെന്നും തനിക്ക് വേണ്ടെന്നും സുഭാഷ് പറയുന്നുണ്ടെങ്കിലും കഴിച്ചാൽ നല്ല ഉറക്കം കിട്ടുമെന്നും നടന്നതെല്ലാം മറന്ന് സമാധാനമായി ഉറങ്ങാൻ പറ്റുമെന്നും അച്ഛൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തനിക്ക് ഇപ്പോൾ തന്നെ ഉറക്കം വരുന്നുണ്ടെന്നും നല്ല ക്ഷീണമുണ്ടെന്നും കിടന്ന അപ്പോൾ തന്നെ താൻ ഉറങ്ങിപ്പോകുമെന്നും സുഭാഷും പറയുകയാ. നിന്റെ ഇഷ്ടം, നല്ലത് പറഞ്ഞാൽ ആരും കേൾക്കില്ല എന്ന് പറഞ്ഞ അച്ഛൻ ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോഴും സുഭാഷ് ചാന്ദിനിയെക്കുറിച്ചുള്ള ഓർമ്മകളിലായിരുന്നു. ഡോറിന്റെ പുറകിൽ നിന്ന് തന്നെ നോക്കി നാണത്തോടെ ചിരിച്ച ചാന്ദിനിയുടെ മുഖമോർക്കെ അവനും സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ഇരിപ്പ. അവന്റെ ചിരിയോടെയുള്ള ആ ഇരിപ്പ് ശ്രദ്ധിക്കുന്ന അച്ഛനും ഇവനെന്താ വട്ടായോ, നടന്നതെല്ലാം ഓർത്ത് ഇവന്റെ ബോധം നഷ്ടപ്പെട്ടോ എന്ന് മനസ്സിൽ ചിന്തിച്ച് സുഭാഷിനോടായി അനിയന്മാരോട് ആശുപത്രി കൊണ്ടുപോകാൻ പറയട്ടെ എന്ന് ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ മറുപടിയൊന്നും പറയാതെ സുഭാഷ് വീണ്ടും പൊട്ടിച്ചിരിക്കുമ്പോഴേക്കും എന്താ ഇവനിങ്ങനെ, കൺഫേമായി വട്ടു തന്നെ, സത്യം ബുദ്ധി തിരിഞ്ഞുപോയി എന്ന് മനസ്സിൽ പറഞ്ഞ് വീണ്ടും അവനോടൊരു പേക്ക് എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും വേണ്ട, എനിക്ക് ഉറക്കം വരുന്നുണ്ട്, അച്ഛൻ കഴിച്ച് കിടക്കാൻ നോക്കെന്ന് പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് കയറി പോവുകയാ. സുഭാഷ് ഏട്ടന്റെ മാറ്റത്തെക്കുറിച്ച് മനസ്സിലാവാതെ നിധി അപ്പോഴും ഉറങ്ങാതെ ടെൻഷനോടെ റൂമിൽ നടപ്പാ. അസ്വസ്ഥതയോടെ അവൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും അവിടെ ഹാളിൽ മൊബൈൽ നോക്കിയിരിപ്പ സുധീഷും. അവൾ സുധീഷിനെ വിളിച്ച് ഒരു മിനിറ്റ് ഒന്ന് അകത്തേക്ക് വരാവോ എന്ന് ചോദിക്കുക. വിശ്വസിക്കാനാവാതെ കേട്ടില്ലെന്ന് സുധീഷ് പറയേ ഒരു മിനിറ്റ് അകത്തേക്കൊന്ന് വരാവോ, വാ എന്ന് പറഞ്ഞ് നിധി അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും അകത്തേക്ക് വരാനോ, എന്നെ അകത്തേക്ക് വിളിക്കുന്നോ, എന്തിനായിരിക്കും എന്നൊക്കെ ചിന്തിച്ചവൻ സന്തോഷത്തോടെ എഴുന്നേറ്റ് കണ്ണടിയിൽ നോക്കി പൗഡർ ഇട്ട് മുടി ചെയ്കി സ്പ്രേ എല്ലാം അടിച്ച് സുന്ദരനാവുകയാ. സുധീഷിനെ കാണാഞ്ഞ് നിധി വീണ്ടും വരുമ്പോഴും സുധീഷ് കണ്ണാടിയുടെ മുന്നിൽ തന്നെയാ. സുധീഷ് എന്താ അവിടെ എന്ന് നിധി ചോദിക്കേ ഒരു മിനിറ്റ് ഇപ്പൊ വരാമെന്ന് സുധീഷ് പറയുന്നുണ്ട്. വേഗം വായെന്ന് പറഞ്ഞ് നിധി അകത്തേക്ക് കയറി പോവുകയാ. സുധീഷും സന്തോഷം അടക്കാനാവാതെ എടാ സുധീഷേ നിന്റെ സമയമായിടാ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഡാൻസ് കളിച്ച് നിധിയുടെ റൂമിലേക്ക് പോവുകയാ. അവൻ റൂമിലേക്ക് കയറുമ്പോഴേക്കും ഡോർ ലോക്ക് ചെയ്യാനായി നിധി പറയുകയാ. വിശ്വസിക്കാനാവാതെ സുധീഷും എന്താ പറഞ്ഞേ എന്ന് ചോദിക്കെ ഡോർ ലോക്ക് ചെയ്യാൻ എന്ന് നിധിയും. അത് കേൾക്കെ സന്തോഷത്തോടെ സുധീഷ് ആ ഡോർ ലോക്ക് ചെയ്യുക.
അവൻ അവളുടെ അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും സുഭാഷ് ഏട്ടൻ എവിടെയെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ സിറ്റൗട്ടിൽ ഇരിപ്പുണ്ടെന്ന് സുധീഷ് പറയേ. ഹരീഷും നികേഷും എവിടെയെന്ന് അവൾ ചോദിക്കുക. അവർ മുറ്റത്ത് നിന്ന് സംസാരിക്കുന്നുണ്ടെന്ന് സുധീഷ് പറയേ. നമ്മൾ രണ്ടുപേരും ഇതിനകത്തുനിന്ന് സംസാരിച്ച പുറത്തേക്ക് കേൾക്കില്ലല്ലോ അല്ലേ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. സുധീഷും സന്തോഷത്തോടെ കേൾക്കില്ലെന്ന് പറഞ്ഞ് എന്നോട് തനിച്ചെന്തോ പറയാനാ എന്ന് മനസ്സിൽ ചിന്തിച്ച് പറ നിധി എന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അവൾ പേടിയോടെ പുറകിലേക്ക് മാറുകയാ. എന്തിനാ എന്റെ അടുത്തേക്ക് വരുന്നതെന്ന് നിധി ചോദിക്കേ. നിധിയല്ലേ വിളിച്ച് അകത്തേക്ക് വരാനായി പറഞ്ഞതെന്ന് സുധീഷും. അകത്തേക്ക് വരാനല്ലേ പറഞ്ഞത്, അല്ലാതെ എന്റെ അരികിലേക്ക് വരാൻ പറഞ്ഞില്ലല്ലോ എന്ന് നിധിയും. പിന്നെന്തിനാ ഡോറെല്ലാം ലോക്ക് ചെയ്യാൻ പറഞ്ഞതെന്ന് സുധീഷ് ചോദിക്കേ. നമ്മൾ സംസാരിക്കുന്നത് പുറത്തേക്ക് കേൾക്കരുതെന്ന് കരുതിയാ ഡോർ ലോക്ക് ചെയ്യാൻ പറഞ്ഞതെന്ന് നിധിയും. ഓക്കെ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് സുധീഷ് അവളുടെ ബെഡിലേക്ക് ഇരുന്ന് വാ നിധി ഇരിക്കെ, നമുക്ക് നല്ല കംഫർട്ടബിളായി സംസാരിക്കാം, വന്നിരിക്കെന്ന് പറഞ്ഞ് സ്നേഹത്തോടെ വിളിക്കുന്നുണ്ടെങ്കിലും നിധി ദേഷ്യത്തോടെ നിൽപ്പാ. അത് കണ്ട് സുധീഷും എഴുന്നേറ്റ് ചെന്ന് എന്താ നിധി സംസാരിക്കാനുള്ളത് എന്ന് ചോദിക്കെ. എനിക്ക് സുധീഷിനോടൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് നിധിയും. പറഞ്ഞോളൂ നിധി, എത്ര വേണേലും പറഞ്ഞോളൂ, നമുക്ക് രാത്രി മുഴുവൻ സമയമുണ്ടല്ലോ. പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് സുധീഷ് നാണത്തോടെ നിൽക്കുമ്പോഴേക്കും എന്താ കാര്യമെന്ന് നിധി ചോദിക്കുന്നുണ്ട്. നിധി എന്നെ പെട്ടെന്ന് റൂമിലേക്ക് വിളിച്ചു വരുത്തിയപ്പോൾ എന്ത് സംസാരിക്കണമെന്നോ എങ്ങനെ സംസാരിക്കണമെന്നോ അറിയില്ല, ആകെ നെർവസ് ആവുന്ന പോലെ എന്നവൻ നാണത്തോടെ പറയേ. ഹലോ, സുധീഷ് വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. സുഭാഷ് ഏട്ടനെ കുറിച്ച് സംസാരിക്കാനാ ഞാൻ ഇയാളെ അകത്തേക്ക് വിളിച്ചതെന്ന് നിധി പറയുന്നുണ്ട്. ആകെ നിരാശയോടെ സുധീഷും സുഭാഷ് ഏട്ടനെ കുറിച്ചോ, അതും ഈ റൂമിൽ വെച്ചോ ഈ സമയത്തോ എന്ന് ചോദിക്കേ. അതെ എന്ന് നിധിയും. അന്ന് ജ്യോത്സ്യർ കല്യാണം നടക്കില്ലെന്ന് പറഞ്ഞപ്പോൾ സുഭാഷ് ഏട്ടൻ ഈ വീട്ടിൽ നിറങ്ങിപ്പോയി. ഇന്നും സുഭാഷ് ഏട്ടനെ ടെൻഷനാക്കുന്ന ഒരു കാര്യമാണ് നടന്നത്. ഇനിയും തെറ്റായി എന്തെങ്കിലും സംഭവിക്കുമോന്ന് എനിക്ക് പേടിയുണ്ടെന്ന് നിധി പറയെ. മനസ്സിലായില്ല എന്ന് സുധീഷും. ഇന്ന് സുഭാഷ് ഏട്ടന്റെ എൻഗേജ്മെന്റ് മുടങ്ങിയില്ലേ, പക്ഷെ അതിന്റെ ടെൻഷനൊന്നും സുഭാഷ് ഏട്ടനില്ല. സുഭാഷ് ഏട്ടൻ ചിരിച്ചുകൊണ്ട് നടക്കുകയാ. നല്ല പോലെ നമ്മളോടെല്ലാം സംസാരിക്കുന്നു, പക്ഷെ എപ്പോഴും എന്തോ ആലോചനയില്ല. നിങ്ങളെല്ലാവരും സുഭാഷ് ഏട്ടനെ ഒന്ന് ശ്രദ്ധിക്കണം. സുഭാഷ് ഏട്ടൻ അന്നത്തെ പോലെ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാലോ? രാത്രി മുഴുവൻ എല്ലാവരും ഉറങ്ങാതെ കാവലിരിക്കണം. വീട് അകത്തുനിന്ന് ലോക്ക് ചെയ്ത് ചാവി വേറെ എവിടെയെങ്കിലും വെക്കണം. സുഭാഷ് ഏട്ടന്റെ പെരുമാറ്റം കാണുമ്പോൾ എനിക്കാകെ പേടി തോന്നുന്നു. ഇന്ന് രാത്രി സുഭാഷ് ഏട്ടനെ എല്ലാവരും ശ്രദ്ധിക്കണം. ഇക്കാര്യം പറയാനാ സുധീഷിനെ ഇങ്ങോട്ട് വിളിച്ചത് എന്നവൾ പറയേ. അത് സമ്മതിച്ച് സുധീഷും മനസ്സിൽ പറയുന്നുണ്ട്, ചില കാര്യങ്ങൾ അങ്ങനെയാ സുധീഷെ, മനസ്സിൽ ആഗ്രഹിക്കാനേ പറ്റൂ, അതെല്ലാം വെറും സ്വപ്നങ്ങളായിരിക്കുമെന്ന്. സുധീഷിന്റെ ആ നിൽപ്പ് കണ്ട് നിധിയും സുധീഷെ എന്ന് വിളിക്കേ. എന്താ, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ നിധിക്ക് എന്ന് സുധീഷ് വീണ്ടും ചോദിക്കുന്നുണ്ട്. അതെ, എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. സുധീഷ് ഒന്ന് ഈ റൂമിൽ നിന്ന് ഇറങ്ങിത്തരാവോ? ഡോറെല്ലാം ലോക്ക് ചെയ്ത് സുധീഷ് ഇവിടെ നിൽക്കുമ്പോൾ എനിക്കത്ര കംഫർട്ടബിളായി തോന്നുന്നില്ല എന്നവൾ പറയുന്നത് കേൾക്കെ നിരാശയോടെ സുധീഷും ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാ. അവൻ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും നിധി ഓടിച്ചെന്ന് ആ ഡോർ ലോക്ക് ചെയ്യുകയാ. സുധീഷ് തിരികെ എത്തുമ്പോഴേക്കും സുഭാഷ് ഏട്ടൻ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. അരികെ തന്നെ നികേഷും ഹരീഷും ഉറങ്ങാതെ കിടപ്പുണ്ട്. സുധീഷ് ചെന്നിരുന്ന് മൊബൈലിൽ പാട്ട് വെക്കുമ്പോഴേക്കും സുഭാഷ് ഏട്ടൻ ഉറങ്ങുന്നത് കണ്ടില്ലേ, അതൊന്ന് ഓഫ് ചെയ്ത് വെക്കുന്ന നികേഷ് പറയുന്നുണ്ട്. അപ്പോഴേക്കും സുഭാഷ് ഏട്ടൻ ഉറങ്ങിയോ? ഉറങ്ങുന്നതായി അഭിനയിക്കുകയാണോ എന്നൊക്കെ സുധീഷ് സംശയത്തോടെ പറയേ. സുഭാഷ് ഏട്ടൻ ഉറങ്ങിയോ എന്ന് നികേഷ് ചെക്ക് ചെയ്യുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ ശരിക്കും ഉറങ്ങിയോ എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് സുധീഷ് അവരെ രണ്ടുപേരെയും അവിടുന്ന് മാറ്റി നിർത്തി സുഭാഷ് ഏട്ടനെ ഉറങ്ങാതെ ശ്രദ്ധിക്കണമെന്ന് നിധി പറഞ്ഞ കാര്യം അവരെ അറിയിക്കുകയാ. സുഭാഷ് ഏട്ടൻ അതിന് ടെൻഷൻ ഒന്നുമില്ലല്ലോ, ചിരിച്ചാണല്ലോ സംസാരിച്ചത് എന്ന് നികേഷ് സംശയത്തോടെ പറയേ. നമുക്ക് ടെൻഷൻ ആവേണ്ടെന്ന് കരുതി ചിരിയോടെ സംസാരിച്ചതാവാമെന്ന് ഹരീഷും. അത് ശരിയാവുമെന്ന് സമ്മതിച്ച് സുധീഷും ഇന്ന് രാത്രി നമ്മൾ മൂന്നുപേരും ഉറങ്ങാതെ സുഭാഷ് ഏട്ടനെ കാവലിരിക്കണമെന്ന് പറയുകയാ. രാത്രി മുഴുവനും ഉറങ്ങാതിരിക്കണോ എന്ന് നികേഷ് ചോദിക്കേ. അതും ശരിയാ, നമ്മൾ 3 പേരില്ലേ, ഓരോരുത്തർ വീതം 2-2.5 മണിക്കൂർ ഉറങ്ങാതെ കാവലിരിക്കാമെന്ന് സുധീഷ് പറയുകയാ. ഉറക്കം വന്ന നികേഷും കോട്ടുവായി ഇടുമ്പോഴേക്കും നികേഷിന് ഇപ്പോൾ തന്നെ ഉറക്കം വന്നു. അതുകൊണ്ട് ആദ്യം ഹരീഷ് ഉറങ്ങാതിരിക്കട്ടെ എന്ന് സുധീഷും. ഇയാൾ എന്നെ തന്നെ ആക്കുമെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് ഹരീഷ് പറയേ. രാത്രി മുഴുവനും നീ ഉറക്കമൊഴിയുണ്ടല്ലോ, ഒരു 2.5 മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ, അതിനുശേഷം എന്നെ വിളിച്ചുണർത്തണം, ഞാൻ നോക്കിക്കോളാം. നികേഷ് ചെറുതല്ലേ, അവൻ ആദ്യം കുറച്ചു സമയം ഉറങ്ങട്ടെ. രാവിലെ ആവാൻ നേരം നികേഷിന് ഡ്യൂട്ടി. മുഴുവൻ സമയവും എല്ലാവരും ഉറങ്ങാതിരുന്നാൽ ജോലിക്ക് പോവേണ്ടതല്ലേ എന്നൊക്കെ സുധീഷേട്ടൻ പറയുന്നത് കേൾക്കെ അതൊരു നല്ല ഐഡിയ ആണെന്നും തന്നെ വിളിക്കുന്ന സമയത്ത് താൻ ഉറപ്പായും ഉണർന്നിരിക്കുമെന്ന് നികേഷും പറയുന്നുണ്ട്. ആദ്യം ഹരീഷ് ഉറങ്ങാതിരിക്കണമെന്നും 2.5 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ വിളിച്ചുണർത്തണമെന്നും സുധീഷ് പറയേ. അതിനെ വിളിച്ചാ ഇയാൾ എഴുന്നേൽക്കുമോ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. തന്നെ ഒന്ന് വിളിച്ചാൽ താൻ ഉറപ്പായും എഴുന്നേൽക്കുമെന്നും ഹരീഷ് ഉറങ്ങാതെ ഇരിക്കുമല്ലോ എന്നും സുധീഷ് ചോദിക്കുന്നുണ്ട്. താൻ ഉറപ്പായും ഉറങ്ങാതെ ഇരിക്കാമെന്ന് ഹരീഷ് സമ്മതിക്കേ.
ഇവൻ ദിവസവും 2 മണിവരെയൊക്കെ നീതുവുമായി സംസാരിച്ചിരിക്കല്ലേ, ആ ധൈര്യത്തിലെ ഈ പറയുന്നതെന്ന് സുധീഷും നികേഷിനോടായി പറയുന്നുണ്ട്. അങ്ങനെ അവർ ഹരീഷിന് ഡ്യൂട്ടി കൊടുത്ത് ഉറങ്ങാനായി കിടക്കുകയാ. സുധീഷും നികേഷും ഉറങ്ങിക്കഴിഞ്ഞും ഹരീഷ് ഉറങ്ങാതെ സുഭാഷ് ഏട്ടനെ കാവലിരിക്കുകയാ. പിന്നീട് 2.5 മണിക്കൂർ കഴിഞ്ഞ് ഹരീഷ് സുധീഷിനെ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ നല്ല ഉറക്കത്തിലായിരുന്നു. വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല. ഹരീഷ് നികേഷിനെ വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും അവനും എഴുന്നേൽക്കാതെ നല്ല ഉറക്കമായിരുന്നു. വീണ്ടും അവൻ 2 പേരെയും വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ 2 പേരും എഴുന്നേൽക്കാതെ നല്ല ഉറക്കം തന്നെയാ. ഉറങ്ങാൻ കഴിയാതെ ഹരീഷും ടെൻഷനോടെ ഇരിക്കുമ്പോഴാണ് സുഭാഷ് ഏട്ടൻ ഇനി പുറത്തു പോകണമെങ്കിലും മുൻവശത്തെ ഡോർ തുറന്നല്ലേ പോവുകയുള്ളൂ, ഡോറ് തുറക്കാതെ നോക്കാം എന്നൊക്കെ മനസ്സിൽ പറഞ്ഞ് ഒരു ബെഡ്ഷീറ്റും തലേണയും എടുത്തുപോയി മുൻവശത്തെ ഡോറിനരികിൽ കൊണ്ടുവിരിച്ച് ആ ഡോറിൽ കാലും ചാരി വെച്ച് അവൻ കിടന്നുറങ്ങുകയാ. രാവിലെ സുഭാഷ് ഏട്ടൻ ഉറക്കമുണർന്ന് എഴുന്നേറ്റ് പോവാൻ തുടങ്ങുമ്പോഴാണ് സുധീഷും നികേഷും മാത്രമേ അവിടെയുള്ളൂ എന്ന് ശ്രദ്ധിക്കുന്നത്. ഹരീഷ് എവിടെയെന്നറിയാതെ ചുറ്റും നോക്കുമ്പോഴാണ് മുൻവശത്തെ ഡോറിനരികിൽ കിടന്നുറങ്ങുന്ന ഹരീഷിനെ കാണുന്നത്. ഇവനെന്താ അവിടെ പോയി കിടക്കുന്നെന്നും പറഞ്ഞ് സുഭാഷ് ഏട്ടൻ ചെന്ന് അവനെ വിളിച്ചുണർത്താൻ തുടങ്ങുകയാ. അപ്പോഴാണ് നികേഷ് ഉറക്കമുണരുന്നത്. സുഭാഷ് ഏട്ടൻ എഴുന്നേറ്റ് പോയതറിയാതെ നികേഷും സുധീഷിനെ വിളിച്ചുണർത്തി സുഭാഷ് ഏട്ടനെ കാണാനില്ലെന്ന് പറയുകയാ. സുധീഷും ടെൻഷനോടെ എഴുന്നേറ്റ് സുഭാഷ് ഏട്ടൻ എവിടെ പോയി എന്ന് പറഞ്ഞ് തിരയുമ്പോഴേക്കും ആ ബഹളം കേട്ട് സുഭാഷ് ഏട്ടനും എടാ നികേഷേ, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് വീണ്ടും ഹരീഷിനെ വിളിച്ചുണർത്താൻ തുടങ്ങുകയാ. സുഭാഷ് ഏട്ടൻ എന്തിനാ ഉമ്മറത്തേക്ക് വന്നത്, അകത്ത് പോയി കിടക്കെന്ന് ഹരീഷും വിളിച്ചു പറയുന്നുണ്ട്. നീ ഇവിടെ വന്ന് കിടന്നുറങ്ങിയിട്ട് എന്നോട് എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നു. വാതിൽ തുറക്കണം, സമയം 7 മണിയായി എന്ന് സുഭാഷ് ഏട്ടൻ പറയുന്നത് കേൾക്കെ ഹരീഷും ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് 7 മണിയായോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ സുഭാഷ് ഏട്ടനെ നോക്കി. ഭാഗ്യം, സുഭാഷ് ഏട്ടൻ എങ്ങും പോയില്ല എന്ന് മനസ്സിൽ പറയുന്നുണ്ട്. ഹരീഷ് ആശ്വാസത്തോടെ എഴുന്നേറ്റിരിക്കുമ്പോഴേക്കും സുധീഷും നികേഷും അങ്ങോട്ട് വന്ന് എടാ ഹരീഷേ, നീ എന്താടാ ഇവിടെ കിടക്കുന്നത് എന്ന് ചോദിക്കെ ഹരീഷും ചോദിക്കുന്നുണ്ട്. ഓരോരുത്തർ വീതം 2.5 മണിക്കൂർ വെച്ച് ഡ്യൂട്ടി എന്നല്ലേ പറഞ്ഞത്? 2.5 മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചപ്പോ ഒരുത്തനെങ്കിലും എഴുന്നേറ്റോ? കൂർക്കം വലിച്ചുറങ്ങുകയല്ലായിരുന്നോ? എന്നെ കൊണ്ട് മാത്രം എത്ര നേരം ഉറങ്ങാതെ ഇരിക്കാൻ കഴിയും? പുലർച്ചെയായപ്പോഴാ ഒന്ന് ഉറങ്ങിയത് എന്നവൻ പറയുന്നത് കേൾക്കെ ഒന്നും മനസ്സിലാവാതെ സുഭാഷ് ഏട്ടനും എന്താ നീ പറയുന്നത്, ആർക്കാണ് ഡ്യൂട്ടി, എന്ത് ഡ്യൂട്ടി എന്നൊക്കെ ചോദിക്കുകയാ. അത് വിട്ടേക്ക് സുഭാഷ് ഏട്ട എന്ന് ഹരീഷ് പറയുന്നുണ്ടെങ്കിലും നീ രാത്രി മുഴുവൻ ഉറക്കമിളച്ച് പുലർച്ചെ ഇവിടെ വന്ന് കിടന്നുറങ്ങിയതിന്റെ കാരണം എന്തായെന്ന് സുഭാഷ് ഏട്ടൻ വീണ്ടും ചോദിക്കുക. നികേഷ് കാര്യം പറയാനായി തുടങ്ങുന്നുണ്ടെങ്കിലും സുധീഷ് അവനെ തടയുകയാ. അത് കണ്ട് സുഭാഷ് ഏട്ടൻ സുധീഷിനെ വഴക്കു പറഞ്ഞ് നികേഷിനോട് കാര്യം പറയാനായി പറയുകയാ. സുഭാഷ് ഏട്ടൻ വീട് വിട്ടിറങ്ങി പോകുമെന്നുള്ള പേടിയിൽ രാത്രി മുഴുവൻ 2.5 മണിക്കൂർ വീതം ഓരോരുത്തർ ഉറങ്ങാതെ ഇരിക്കാനായി പ്ലാൻ ചെയ്തതാ. ഞങ്ങൾ 2 പേരും ഉറങ്ങിപ്പോയി എന്ന് നികേഷ് പറയുന്നുണ്ട്. അത് കേൾക്കെ സുഭാഷ് ഏട്ടനും ഇതാണോ ഡ്യൂട്ടി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കെ അതെ സുഭാഷ് ഏട്ടാ, ഓരോരുത്തർക്കും 2.5 മണിക്കൂർ ഡ്യൂട്ടി എന്ന് സുധീഷും ആവേശത്തോടെ പറയുന്നുണ്ട്. അത് കേൾക്കെ ഹരീഷും വാ മൂടടോ, 2.5 മണിക്കൂർ പോലും, ഒരു 2 നിമിഷം പോലും ഉറങ്ങാതെ ഇരിക്കാൻ ഇയാളെ കൊണ്ടായോ? പ്ലാനെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് കൂർക്കം വലിച്ചു കിടന്നുറങ്ങി. ഒരു പക്ഷേ സുഭാഷ് ഏട്ടൻ പുറത്തിറങ്ങി പോവുകയാണെങ്കിൽ തന്നെ ഈ ഡോറിലൂടെയല്ലേ പുറത്തിറങ്ങൂ, അതുകൊണ്ടാ ഇവിടെ വന്ന് കിടന്നുറങ്ങിയതെന്ന് ഹരീഷും പറയുന്നുണ്ട്. ഈ വീട്ടിലാകെ ഒരു വാതിലല്ലല്ലോ, പിൻവാതിലിൽ കൂടി സുഭാഷ് ഏട്ടനെങ്ങാനും പുറത്തു പോയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു എന്ന് സുധീഷ് അവനെ വഴക്കു പറയെ ഹരീഷിനും ദേഷ്യം വരുന്നുണ്ട്. സുഭാഷ് അവനെ സമാധാനിപ്പിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ വീട് വിട്ട് പോവാനൊന്നും പോകുന്നില്ല, പിന്നെന്തിനാ കാവലിരുന്നെന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ വീട് വിട്ട് പോവാനൊന്നും പോകുന്നില്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എനിക്ക് വിഷമമൊന്നുമില്ല. നോക്കിയേ, ചിരിച്ച മുഖത്തോടെയല്ലേ ഞാൻ നിൽക്കുന്നത്. നടന്നതെല്ലാം ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവാതിരിക്കെ. താൻ ചായ എടുത്തു വരാമെന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടൻ അടുക്കളയിലേക്ക് പോവുകയാണ്. സുഭാഷ് ഏട്ടൻ നോർമൽ ആയതാണോ അതോ അഭിനയിക്കുകയാണോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ അങ്ങനെ അഭിനയിക്കുകയൊന്നുമില്ല, നോർമൽ ആയതാവുമെന്ന് നികേഷും. അതെങ്ങനെ ശരിയാവും? കുടുംബത്തോടെ എൻഗേജ്മെന്റിന് പോയി അപമാനപ്പെട്ടു വന്നതല്ലേ, എങ്ങനെ സുഭാഷ് ഏട്ടനെ നോർമൽ ആവാൻ കഴിയുമെന്ന് സുധീഷും. ചിലപ്പോ സുഭാഷ് ഏട്ടന് ഇഷ്ടമില്ലാത്ത കല്യാണമായതുകൊണ്ടാവുമെന്ന് ഹരീഷും. എന്ത് പ്രശ്നമുണ്ടായാലും അതിന്ന് നോർമലാവാൻ കുറച്ച് സമയമെടുക്കും, ഇങ്ങനെ പെട്ടെന്ന് നോർമലാവാൻ കഴിയുന്നത് എങ്ങനെയാ എന്ന് സുധീഷ് ചോദിക്കെ അതാണ് തനിക്കും മനസ്സിലാവാത്തതെന്ന് നികേഷും. സുഭാഷ് ഏട്ടൻ എപ്പോഴും സ്വപ്നം കാണുന്നത് പോലെയാ നടപ്പ്, കൂടെ ഒരു ചിരിയും. എന്താണ് നടന്നിട്ടുണ്ടാവുക? എൻഗേജ്മെന്റ് മുടങ്ങിയ സമയത്തെല്ലാം സുഭാഷ് ഏട്ടൻ വിഷമത്തിലായിരുന്നു. വീട്ടിലെത്തിയതിനു ശേഷവും സുഭാഷ് ഏട്ടൻ ആകെ ടെൻഷനിലായിരുന്നു എന്ന് സുധീഷ് പറയെ നമ്മളെല്ലാവരും കൂടി സുഭാഷ് ഏട്ടനെ കുറ്റപ്പെടുത്തിയതുമല്ലേ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. അത് ശരിയാ, നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തി. പിന്നീട് എന്താ ഉണ്ടായത്? അതിനുശേഷം സുഭാഷ് ഏട്ടൻ പുറത്തുപോയി. എവിടെ പോയി? അവിനാശിന്റെ കൂടെ പുറത്തുപോയി. അങ്ങനെ പോയി തിരിച്ചു വന്നതിനു ശേഷമാണ് സന്തോഷത്തോടെ സുഭാഷ് ഏട്ടനെ കാണുന്നത്. അതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്തായിരിക്കും അത്?
ഒരു കാര്യം ചെയ്താലോ? അവിനാശിനെ കണ്ട് സംസാരിച്ചാൽ എന്തെങ്കിലും അറിയാൻ പറ്റും. ഞാൻ അവിനാശിനെ പോയി കണ്ട് കാര്യങ്ങളെല്ലാം അറിഞ്ഞു വരാം എന്ന് സുധീഷ് പറയുകയാ. ശരിയാ, സുധീഷ് ഏട്ടൻ പോയി കാര്യങ്ങളെല്ലാം മനസ്സിലാക്ക്. ഇനിയും എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ വയ്യ എന്ന് ഹരീഷ് പറയേ. നീ എന്തിനാടാ ടെൻഷൻ ആവുന്നത്? നമുക്ക് ഷിഫ്റ്റായി ഡ്യൂട്ടി ചെയ്യാമെന്ന് സുധീഷും. അതുകൾക്ക് ഹരീഷ് ദേഷ്യത്തോടെ നോക്കുമ്പോഴേക്കും താൻ അവിനാശിനെ കാണാൻ പോയി വരാമെന്ന് പറഞ്ഞ് സുധീഷ് പോവാൻ തുടങ്ങുകയാ. പിന്നീട് സുധീഷ് അവിനാശിന്റെ വീട്ടിലെത്തുകയാ. അവൻ മുറ്റത്ത് ചെന്ന് ബയ്യയെ വിളിക്കുമ്പോഴേക്കും ചാന്ദിനി ഒരു ബക്കറ്റിൽ വെള്ളവുമായി അങ്ങോട്ട് വരുന്നുണ്ട്. അവനെ കാണെ അവളും നാണത്തോടെ ചിരിക്കാൻ തുടങ്ങുമ്പോഴേക്കും കാര്യമറിയാതെ സുധീഷും സംശയത്തോടെ ക്യാ ചന്ത എന്ന് ചോദിക്കുക. കുച്ച് നെഹി എന്നവൾ പറയേ. തുമാര ബ്രദർ ക്യാ എന്നവൻ ചോദിക്കുന്നുണ്ട്. അന്തർ ഹേ എന്നവൾ പറയുമ്പോഴേക്കും ബയ്യ എന്ന് വിളിച്ചുകൊണ്ട് അവിനാശം അങ്ങോട്ട് വരികയാ. അവിനാശ് അവനെ അകത്തേക്ക് സ്വീകരിച്ചിരുത്തുന്നുണ്ട്. ചാന്ദിനിയും അകത്തേക്ക് വന്ന് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കേ. ചായ വേണ്ട, കോഫി എന്ന് സുധീഷും. കോഫിയുമായി വന്നവൾ വീണ്ടും നാണത്തോടെ അവനെ നോക്കി ചിരിക്കേ. എന്തുപറ്റി? ബയ്യയുടെ അനിയത്തി ഒരേ ചിരിയാണല്ലോ എന്ന് സുധീഷ് ചോദിക്കെ. അവിനാശും സന്തോഷത്തോടെ ചിരിക്കുകയാ. അത് കണ്ട് സുധീഷും സംശയത്തോടെ എന്തുപറ്റി ബയ്യ, നിങ്ങളും ചിരിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കെ. ഒന്നുമില്ല ബയ്യ എന്ന് അവിനാശും. ശരി, അത് വിട്. സുഭാഷേട്ടനെ ഇന്നലെ നിങ്ങൾ ചായ കുടിക്കാൻ കൂട്ടിക്കൊണ്ടുപോയില്ലേ എന്ന് സുധീഷ് ചോദിക്കെ. അതെ, ഞങ്ങൾ രണ്ടുപേരും എന്റെ വീട്ടിലേക്കാ വന്നതെന്ന് അവിനാശ് പറയുന്നുണ്ട്. ഓ, സുഭാഷേട്ടൻ അപ്പോ ഓക്കെ ആയിരുന്നില്ലേ എന്ന് സുധീഷ് ചോദിക്കുകയാ. എന്താ അങ്ങനെ ചോദിക്കാൻ കാര്യമെന്ന് അവിനാശ് ചോദിക്കേ. സുഭാഷേട്ടൻ ഇന്നലെ വന്നതു മുതൽ ഒരുമാതിരി നടപ്പാ, എപ്പോഴും ആലോചനയും ഒരേ ചിരിയും. എന്തു പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല എന്ന് സുധീഷ് പറയേ. ചാന്ദിനിയും സന്തോഷത്തോടെ അവനെ നോക്കി ചിരിക്കുകയാ. എൻഗേജ്മെന്റ് മുടങ്ങി, പക്ഷേ സുഭാഷേട്ടന്റെ മുഖത്ത് അതിന്റെ വിഷമം ഒന്നുമില്ല. അതാ ഞങ്ങൾക്കും ഒരു സംശയം. ഞങ്ങൾ ഇതേപ്പറ്റി സുഭാഷേട്ടനോട് ചോദിച്ചു, പക്ഷേ സുഭാഷേട്ടൻ താൻ നോർമലാണെന്നും വിഷമമൊന്നും ഇല്ലെന്നാ പറയുന്നത്. സുഭാഷേട്ടന്റെ ക്ലോസ് ആണല്ലോ ബയ്യ. അതാ ബയ്യയോട് ചോദിക്കാനായി ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് സുധീഷ് പറയുന്നതുകൾക്ക് ചാന്ദിനി വീണ്ടും നാണത്തോടെ ചിരിക്കാനായി തുടങ്ങുകയാ. അവിനാശും തന്റെ അനിയത്തിയുടെ നാണത്തോടെയുള്ള ചിരി കണ്ട് സന്തോഷത്തോടെ അവളെ നോക്കിയിരിക്കെ. ബയ്യ, ഞാനെന്താ പറയുന്നതെന്ന് മനസ്സിലായോ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഒരു പ്രശ്നമുണ്ടായി, അതോർത്ത് വിഷമിച്ചിരുന്ന വിഷമമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതിനു പകരം ഇവിടെ സുഭാഷേട്ടൻ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നടപ്പാ. സുഭാഷേട്ടൻ ഇനി വീട് വിട്ട് ഇറങ്ങിപ്പോകുമോ എന്ന് പോലും ഞങ്ങൾ സംശയിക്കുന്നു. അതുവരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കുകയാണോ എന്നൊരു സംശയം, അതുകൊണ്ടാ ചോദിച്ചത് എന്ന് സുധീഷും. അവിനാശും ചിരിയോടെ പറയുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല ബയ്യ. അത് സമ്മതിച്ച് സുധീഷും. അല്ല, നിങ്ങളും സുഭാഷേട്ടനും രണ്ടെണ്ണം അടിച്ചോ? സുഭാഷേട്ടന്റെ മുഖത്ത് ഒരു ചെറിയ വിഷമം പോലുമില്ല. ഇനിയിപ്പോ സുഭാഷേട്ടൻ എല്ലാം മറന്ന് സന്തോഷത്തോടെ ഇരിക്കുകയാണെങ്കിൽ അത് ഞങ്ങൾക്കും സന്തോഷം തന്നെയാ. പക്ഷേ വിഷമിച്ചിരിക്കേണ്ട, ഈ സമയത്ത് സന്തോഷത്തോടെ ഇരിക്കുന്നതിന്റെ കാരണമാ ഞങ്ങൾക്കറിയാത്തത്. അതിന് മാത്രം എന്താ ഉണ്ടായത്? സുഭാഷേട്ടൻ ഇങ്ങോട്ട് വന്നു, പക്ഷേ നിങ്ങൾ രണ്ടുപേരും ബ്രാൻഡിയും അടിക്കില്ല. പിന്നെന്താ ഉണ്ടായത് എന്ന് സുധീഷ് ചോദിക്കുകയാ. ചാന്ദിനി എപ്പോഴും അവനെ നോക്കി നാണത്തോടെയും സന്തോഷത്തോടെയും ചിരിക്കുകയാ. ചാന്ദിനി ഇന്ന് പതിവിലും കൂടുതൽ ചിരിക്കുന്നുണ്ടല്ലോ. സുഭാഷേട്ടന് കൊടുത്തതുപോലെ ചാന്ദിനിക്കും എന്തെങ്കിലും കൊടുത്തോ? രണ്ടുപേരും ഒരുപോലെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് സുധീഷ് സംശയത്തോടെ ചോദിക്കെ. അവിനാശും പറയുന്നുണ്ട്. ഞാൻ സുഭാഷേട്ടനോട് ഒരു കാര്യം ചോദിച്ചു, അതോർത്താണ് ഇവൾ ചിരിക്കുന്നതെന്ന്. അതെന്ത് കാര്യമാ ചോദിച്ചെന്ന് സുധീഷ് ചോദിക്കെ. എന്റെ അനിയത്തിയെ കല്യാണം കഴിക്കാമോന്ന് ചോദിച്ചു എന്ന് അവിനാശും പറയുന്നുണ്ട്. അത് കേൾക്കെ സുധീഷും സന്തോഷത്തോടെ ചിരിക്കുകയാ. അവനും സന്തോഷം അടക്കാൻ കഴിയാതെ, ഇതിനാണ് മിസ് ചാന്ദിനി ഇങ്ങനെ ചിരിച്ചതല്ലേ? സത്യമായും സുഭാഷേട്ടനോട് ഇക്കാര്യം ചോദിച്ചോ എന്ന് സുധീഷ് അവിനാശിനോടായി ചോദിക്കെ. അതെ പയ്യ, ഞാൻ ചോദിച്ചത് തെറ്റാണോന്നൊന്നും എനിക്കറിയില്ല. എന്റെ അനിയത്തി ഈ നാട്ടിൽ തന്നെ ജീവിക്കണമെന്ന എന്റെ ആഗ്രഹം. സുഭാഷേട്ടനും ഒരു നല്ലയാളാ, അതുകൊണ്ടാണ് കൂടുതലൊന്നും ആലോചിക്കാതെ സുഭാഷേട്ടനോട് ചോദിച്ചത് എന്ന് അവിനാശ് പറയേ. ശരി, അങ്ങനെ ചോദിച്ചപ്പോ സുഭാഷേട്ടൻ എന്തു പറഞ്ഞു എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ഒന്നും പറഞ്ഞില്ല, ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞിറങ്ങി. എന്നാ വേണ്ടെന്നും പറഞ്ഞില്ല എന്ന് അവിനാശ് പറയുന്നത് കേൾക്കെ. ഓ, അപ്പോ ഇതായിരുന്നോ വിഷയം? ഈ കാര്യം ഓർത്താണല്ലേ നിങ്ങളുടെ സുഭാഷേട്ടൻ എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് പറഞ്ഞവൻ സന്തോഷത്തോടെ ചാന്ദിനിയെ നോക്കുമ്പോഴും അവളും നാണത്തോടെ സുധീഷിനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽപ്പാ. പിന്നീട് വീട്ടിലെത്തുന്ന സുധീഷ് സന്തോഷം അടക്കാൻ കഴിയാതെ ഹരീഷിനെയും നികേഷിനെയും എല്ലാം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാ. അങ്ങോട്ട് വന്നിരുന്ന നിധിയും ആ കാഴ്ച കണ്ട് എന്തു പറ്റി സുധീഷേ എന്ന് ചോദിക്കെ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവളെയും വട്ടം കറക്കുകയാ. സന്തോഷത്തോടെ അവൻ തുള്ളിച്ചാടുമ്പോഴേക്കും അങ്ങോട്ട് വരുന്ന അച്ഛനും എന്താടാ തളത്തിൽ കിടന്ന് ചാടി തുള്ളുന്നതെന്ന് ചോദിക്കുന്നു. അവൻ സന്തോഷം അടക്കാൻ കഴിയാതെ അച്ഛന്റെ കവിളിൽ പിടിച്ച് നുള്ളുമ്പോഴേക്കും എന്താടാ നീ പകലും അടിച്ചിട്ടുണ്ടോ എന്ന് അച്ഛനും. ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല, എനിക്ക് സന്തോഷം അടക്കാൻ കഴിയുന്നില്ല എന്ന് സുധീഷ് പറയേ. ഓ, സന്തോഷമാണോ? എനിക്കും സന്തോഷം എന്ന് പറഞ്ഞ് അച്ഛൻ പോവാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ പറയുന്നത് കേട്ടിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് സുധീഷ് അച്ഛനെ അവിടെ പിടിച്ചു നിർത്തുകയാ. എൻഗേജ്മെന്റ് മുടങ്ങിയതിൽ സുഭാഷേട്ടൻ സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കുമെന്നല്ലേ നമ്മൾ വിചാരിച്ചത്.
പക്ഷെ അങ്ങനെയല്ല. സുഭാഷ് ഏട്ടന്റെ ജീവിതത്തിൽ ഒരു സന്തോഷമുള്ള കാര്യം നടക്കാൻ പോവുകയാ. അതുകൊണ്ടാണ് സുഭാഷ് ഏട്ടൻ നമ്മളോടെല്ലാം സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് നടക്കുന്നത്. നമ്മൾ ഒരു കാര്യവുമില്ലാതെ അതോർത്ത് ടെൻഷനായി എന്നൊക്കെ തുടങ്ങി സുധീഷ് കുറെ ബിൽഡപ്പ് നടത്തുന്നുണ്ട്. നമ്മുടെ അവിനാശ് സുഭാഷ് ഏട്ടനോട് ഒരു കാര്യം ചോദിച്ചു. ആ കാര്യം കേട്ടാ സുഭാഷ് ഏട്ടന് ഇത്രയും സന്തോഷം. എന്റെ അനിയത്തി ചാന്ദിനിയെ കല്യാണം കഴിക്കാമോന്ന് അവിനാശ് ഭയ്യ സുഭാഷ് ഏട്ടനോട് ചോദിച്ചിരിക്കുന്നു എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ വിശ്വസിക്കാനാവാതെ അമ്പരപ്പോടെ നോക്കി നിൽപ്പാ നിധിയും ഹരീഷും നികേഷുമെല്ലാം. നമ്മുടെ സുഭാഷ് ഏട്ടന്റെ ചിരിക്കും സന്തോഷത്തിനും കാരണം ഇതാണ്. അവിനാശ് ഭയ്യ അത് ചോദിക്കുന്നത് കേൾക്കെ ചാന്ദിനി നാണത്തോടെ അകത്തേക്ക് ഓടിപ്പോയതും സുഭാഷ് ഏട്ടനെ നോക്കി ചിരിച്ചതും ആ ചിരി കണ്ടാണ് സുഭാഷ് ഏട്ടനും ഇങ്ങനെ സ്ഥലകാല ബോധമില്ലാതെ ചിരിച്ചുകൊണ്ട് നടക്കുന്നതെന്നും സുധീഷ് പറയുകയാ. ഇത് സത്യമാണോ സുധീഷ് ഏട്ടാ? താനിത് എക്സ്പെക്ട് ചെയ്തതേ ഇല്ല എന്ന് നികേഷും. അത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോഴാണ് സുഭാഷ് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി അങ്ങോട്ടെത്തുന്നു. അടുക്കളയിലേക്ക് പോവാൻ തുടങ്ങിയ സുഭാഷ് ഏട്ടനെ അവരെല്ലാവരും കൂടി പിടിച്ചു നിർത്തുകയാ. എന്താ കാര്യമെന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കെ ഇന്നലെ രാത്രി എവിടെ പോയിരുന്നുവെന്ന് ഹരീഷും. എവിടെ പോവാനെന്ന് സുഭാഷും. അല്ല, സുഭാഷ് ഏട്ടൻ എവിടെ നിന്നാ വന്നത് എന്ന് ഹരീഷ് വീണ്ടും ചോദിക്കെ എവിടെ നിന്ന് വരാൻ എന്നൊരു പരുങ്ങലോടെ സുഭാഷും. ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുന്നത് കണ്ടില്ലേ? വരുമ്പോ എന്തിനാ ചിരിച്ചോണ്ട് വന്നതെന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. വരുമ്പോ ചിരിച്ചിരുന്നോ എന്ന് സുഭാഷ് ഏട്ടനും. അത് കണ്ട് സുധീഷും അയ്യോ സുഭാഷ് ഏട്ടൻ ഒരു പാവം. ഞാൻ ചോദിക്കാം, അവിനാശ് ഭയ്യയുടെ വീട്ടിലേക്ക് പോയി. അവിടെ ചാന്ദിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയില്ലേ, അവൾ എന്തു പറഞ്ഞു എന്ന് സുധീഷ് ചോദിക്കുന്നത് കേൾക്കെ സുഭാഷും നാണത്തോടെ ചിരിക്കുകയാ. അവിനാശ് ഭയ്യ സുഭാഷ് ഏട്ടനോട് ഒരു കാര്യം ചോദിച്ചില്ലേ? അതിന് സുഭാഷ് ഏട്ടൻ എന്ത് മറുപടി പറഞ്ഞു എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ടെങ്കിലും സുഭാഷ് മറുപടിയൊന്നും പറയാതെ നാണത്തോടെ ചിരിയോടെ നിൽപ്പാ. സുഭാഷ് ഏട്ടാ പറയാതെ വിടില്ല എന്ന് നിധിയും. കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് എപ്പോ ചെന്നാലും ചാന്ദിനി അവിടെ ഉണ്ടാവും. അപ്പോഴേ എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു എന്ന് സുധീഷ് ചിരിയോടെ പറയേ. എടാ അങ്ങനെയൊന്നുമില്ല, അവിനാശ് ഭയ്യ എന്നോട് എന്തോ ചോദിച്ചു, ഞാൻ എന്തോ പറഞ്ഞു, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് സുഭാഷ് പോവാൻ തുടങ്ങുമ്പോഴേക്കും എവിടെ പോകുന്നു സുഭാഷ് ഏട്ട എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി സുഭാഷ് ഏട്ടനെ അവിടെ പിടിച്ചു നിർത്തുകയാണ്. പറഞ്ഞിട്ട് പോയാ മതിയെന്ന് നികേഷ് പറയേ. സുഭാഷും അതില്ലേ, അത് നമ്മുടെ അവിനാശ് ഭായില്ലേ, ഭയ്യ എന്നോട് എന്ന് പറഞ്ഞ് സുഭാഷ് മുറ്റത്തേക്ക് ഇറങ്ങി ഓടി തന്റെ സൈക്കിളിൽ അവിടുന്ന് രക്ഷപ്പെട്ടോടുകയാ. അവൻ പോകുന്നത് നോക്കി സന്തോഷത്തോടെ ചിരിച്ചു നിൽപ്പാൻ നിധിയും ഹരീഷും നികേഷുമെല്ലാം. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.